ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂലി എന്ന ഫിലിമിൻ്റെ സ്റ്റോറിയാണ്. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കം വിശാഖപട്ടണത്തിലെ ഒരു ഹാർബർ കാണിച്ചുകൊണ്ടാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു അണ്ടർ കവറായി വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളോട് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. സൈമൺ എന്നൊരാൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 99 വർഷത്തേക്ക് ഈ ഹാർബർ ലീസിനെടുത്തിരിക്കുകയാണ്. അവിടെ ലോജിസ്റ്റിക്സ് ആണ് നടത്തുന്നത്. സ്വർണം, വിലപിടിപ്പുള്ള വാച്ചുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടെ എല്ലാ വിഭാഗത്തിനും പ്രത്യേകം ഹെഡുകളുണ്ട്. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ദയാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. 14,000-ഓളം തൊഴിലാളികൾ വർക്കെടുക്കുന്ന ഈ ഹാർബറിൽ ഇവർക്ക് കൂലിയായി ചേരുമ്പോൾ തന്നെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ട്. കൂടാതെ ഇവരുടെ മൊബൈൽ ഫോണെല്ലാം വാങ്ങി വെച്ചിട്ടാണ് ഇവരെ വർക്ക് ചെയ്യാനായിട്ട് വിടുന്നത്. അതിൻ്റെ കാരണം ലോജിസ്റ്റിക്സ് എന്ന പേരിൽ ഇവർ കൂടുതലും സ്വർണവും അതുപോലെ വിലപിടിപ്പുള്ള വാച്ചുകളും ഒക്കെയാണല്ലോ കടത്തുന്നത്. ആ അണ്ടർ കവറിൻ്റെ അടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ അണ്ടർ കവർ ഏജൻസിയിലുള്ള ഒരാൾ 10 കൊല്ലം മുമ്പ് ഈ ഹാർബറിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1 വർഷത്തോളം അവൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തന്നിരുന്നു. പിന്നീട് അവനെപ്പറ്റി ഒരു വിവരവുമില്ല. നീ ആദ്യം അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ അണ്ടർ കവറായി പോയ പുള്ളി പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ അവിടെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദയാൽ അയാളെ കൊന്നിട്ടുണ്ടാവും. കാരണം അവൻ്റെ വർക്കിനെ ആര് തടസ്സെന്നാലും അവരെല്ലാം ഒറ്റയടിക്ക് തീർക്കുന്ന ഒരു വ്യക്തിയാണ് ദയാൽ. സൈമൺ കഴിഞ്ഞാൽ പിന്നെ ആ ഹാർബറിൽ ഏറ്റവും കൂടുതൽ പിടിപാടുള്ളത് നമ്മുടെ ദയാലിന് തന്നെയാണ്. സൈമണിനൊരു മോനുണ്ട്, അർജുൻ എന്നാണ് പേര്. അവനൊരു കസ്റ്റംസ് ഓഫീസറാണ്. അവന് കള്ളക്കടത്തുകളോടൊന്നും അധികം താല്പര്യമില്ല. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അർജുനാണ്. പിന്നീട് കാണിക്കുന്നത് ഈ അർജുൻ ദയാലിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ കൂടെ ഒരു അണ്ടർ കവർ വർക്ക് ചെയ്യുന്നുള്ള രഹസ്യം ദയാലിൻ്റെ അടുത്ത് പറയുകയാണ്. ദയാൽ അപ്പോൾ തന്നെ ആ കൂലി നമ്പറിനെ വിളിച്ച് അവനെ കുറേ ഉപദ്രവിച്ചതിന് ശേഷം അവനെ കെട്ടിത്തൂക്കി എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ കൊല ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണിക്കുന്നത് ചെന്നൈയാണ്. ചെന്നൈയിലെ ഒരു ദേവ മാൻഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് താമസിക്കാൻ 2 കുട്ടികൾ വന്നിരിക്കുകയാണ്. ഈ മാൻഷനിൽ സ്റ്റുഡൻസിന് 250 രൂപ മാത്രമേ മാസ വാടകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ 1500 പക്ഷേ ഇവിടെ ഒരു പ്രത്യേക നിയമമുണ്ട്. ഇവിടെ ആരും കള്ള് കുടിക്കാനായിട്ട് പാടില്ല. പിന്നെ ഇവരിന്ന് വന്നിരിക്കുന്നത് മാൻഷൻ ഡേയിലാണ്. ആ മാൻഷൻ്റെ മാനേജർ ഒരു പ്രത്യേക റൂമിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ പറയുന്നുണ്ട്, ഈ റൂമിൻ്റെ മുൻപിൽ ആരും ബഹളം ഉണ്ടാക്കരുതെന്ന്. കാരണം എന്താണെന്നൊന്നും നമ്മളോട് പറയുന്നില്ല. അവിടെ മാൻഷൻ ഡേ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അന്തേവാസികൾ ദേവയുടെ അടുത്ത് ചെന്നിട്ട് ഇന്നൊരു ദിവസമെങ്കിലും ആൽക്കഹോൾ ഉപയോഗിക്കാൻ സമ്മതിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദേവ അത് സമ്മതിച്ചതുപോലെ അവരോടൊപ്പം നിന്നിട്ട് എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്ന ആൽക്കഹോൾ ഒരു വലിയ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് അത് കമഴ്ത്തിക്കളയുകയാണ് ചെയ്യുന്നത്. 30 കൊല്ലം മുൻപ് ഈ സ്വഭാവങ്ങളൊക്കെ നിർത്തിയതാണ് നമ്മുടെ ദേവ. അതിനുശേഷം ദേവയോട് ഒരാൾ വന്ന് പറയുകയാണ് രാജശേഖർ മരിച്ചു പോയെന്ന്. രാജശേഖർ നമ്മുടെ ദേവയുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. സോ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്നുമാണ് ബോഡി കിട്ടിയത്, അറ്റാക്ക് വന്നാണ് മരിച്ചത് എന്ന് പറയുന്നു. ശേഷം ദേവ രാജശേഖരനെ കാണാൻ വേണ്ടി വിശാഖപട്ടണത്തേക്ക് പോകുന്നു. നമ്മുടെ കട്ടപ്പയാണ് രാജശേഖർ. ഈ രാജശേഖരന് 3 പെൺമക്കളാണുള്ളത്. ദേവ അകത്തേക്ക് ചെല്ലുമ്പോൾ മൂത്ത മകൾ ഈ ദേവയെ തടയുന്നു. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. അയാൾ കൊണ്ടുവന്ന മാലയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അയാളെ ഇറക്കി വിടുകയാണ് അവിടുന്ന്. പക്ഷേ ദേവ ആ വീടിനെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അവൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്താണ് മരിച്ചിരിക്കുന്നത്. പൊതു ശ്മശാനത്തിൽ പോയി രാജശേഖരനെ ദഹിപ്പിക്കുന്നു. ദേവ ഇതെല്ലാം കണ്ട് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോഴാണ് കള്ളു കുടിച്ചു വരുന്ന ഒരാൾ, നമ്മളിങ്ങനെ എത്രയോ പേരെ കത്തിച്ചതാണ്, ഇപ്പോൾ നിനക്കും ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത്. പിന്നീട് രാജശേഖരനെ പറ്റി അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി അയാൾ എന്ത് ജോലിയാണ് ചെയ്തിരുന്നതെന്ന് ആർക്കും അറിയില്ല. ഒറിജിനൽ ഓട്ടോപ്സി റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ രാജശേഖരൻ അറ്റാക്ക് വന്നിട്ടല്ല, നെഞ്ചിന് താഴെ നല്ല അടി കിട്ടിയിട്ടാണ് മരിച്ചത് എന്നറിയുന്നു. സോ തൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവ രാജശേഖരൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. അതിനായി രാജശേഖരൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. അയാൾ ഫുൾ ടൈം കള്ളുകുടിയായിട്ട് നടക്കുന്ന ഒരാളാണ്. അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ഇവരെയെല്ലാം കൂട്ടി ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. രാജശേഖരൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എന്താണ് ചെയ്തിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി. തൻ്റെ കുട്ടികളെയെല്ലാം നല്ലപോലെ പഠിപ്പിക്കണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെ റിസർച്ച് സെൻ്ററിലെ ജോലി രാജശേഖരൻ കളഞ്ഞിരുന്നു. എന്നിട്ട് സ്വന്തമായി ഒരു മൊബൈൽ ക്രിമേറ്റർ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ രാജശേഖരന് തൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും തൻ്റെ ജീവിതം മാറിമറിയാനും സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. മൊബൈൽ ക്രിമേറ്ററിൽ ഒരു ബോഡി വെച്ചതിന് ശേഷം കറണ്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൊണ്ട് ആ ചെയറിലിരിക്കുന്ന ആൾ ബോൺസിൻ്റെ പൊടിയായി മാറും. ഈ കണ്ടുപിടുത്തം ചീത്ത ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ദോഷമാണെന്ന് പറഞ്ഞ് സർക്കാർ ഈ പേറ്റന്റ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു രാജശേഖർ. അപ്പോഴാണ് സൈമൺ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കൽ സൈമണിൻ്റെ എതിർ ഗ്രൂപ്പ് അവരെ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ ഒത്തിരി പേര് സൈമണിനെ കൊന്നു വീഴ്ത്തേണ്ടതായി വരുന്നു. 10-22ഓളം ഡെഡ് ബോഡികൾ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ്
അർജുൻ മൊബൈൽ ക്രിമേറ്ററെ പറ്റി നമ്മുടെ സൈമൻ്റെ അടുത്ത് പറയുന്നത്. സോ എത്രയും വേഗം സൈമൺ രാജശേഖരനെയും അദ്ദേഹത്തിൻ്റെ മൂത്ത മോളെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അവർക്ക് നല്ലൊരു തുക ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ രാജശേഖർ ആദ്യം എതിർക്കുന്നു. പിന്നെ കുട്ടികളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾ അത് ക്രിമേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നു. ബട്ട് കാശ് കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ തൻ്റെ കുട്ടികളെ നന്നായി പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് രാജശേഖർ ഈ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ സമയത്ത് ദയാൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ബോഡികളൊക്കെ തീരെ തടിയാൻ തുടങ്ങി. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓഫീസേഴ്സ് നിങ്ങളെ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ബോഡി ക്രിമേറ്റ് ചെയ്ത രീതിയിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു ആ കോൾ. സോ ഇനി എന്താണ്, രാജശേഖർ മരിച്ചു കഴിഞ്ഞു. സോ ഇനി എന്താണത് അറിയാവുന്നത് അയാളുടെ മൂത്ത മോൾക്കാണ്. സോ മൂത്ത മോളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ദയാൽ ആളുകളെ വിടുകയാണ്. ആ സ്ഥലത്തേക്ക് നമ്മുടെ ദേവ വന്ന് ഗുണ്ടകളെയെല്ലാം അടിച്ചോടിച്ച് ആ കുട്ടികളെയെല്ലാം രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ദേവ തന്നെ മൂത്ത ആളുമായിട്ട്, അതായത് ശ്രുതി ഹാസനുമായിട്ട് നേരെ ദയാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇങ്ങനൊരു കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഗുണ്ടകളെയൊക്കെ വിടുന്നതെന്ന് ദേവ ചോദിക്കുന്നു. രാജശേഖർ എങ്ങനെ മരിച്ചു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ദേവയുടെ ലക്ഷ്യം. ദയാലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇളയ കുട്ടികളെ പഠിപ്പിക്കാൻ കാശ് വേണം, ഈ കാര്യം വരാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയുന്നു. സോ നമ്മുടെ ദേവയെ അവർ ഫുൾ ചെക്ക് ചെയ്യുന്നുണ്ട്, പോലീസാണോ അല്ലേ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ദയാലിന് ആ ബോഡി ക്രിമേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ദേവയോടും പ്രീതിയോടും ആ ഡ്യൂട്ടി ചെയ്യാനായി പറയുന്നു. രാജശേഖരനോടൊപ്പം ഇത് പണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ദേവയും, അതുപോലെ തന്നെ പ്രീതി 2 തവണ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ, അവൾക്കും അങ്ങനെ കണ്ട കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഇത് ചെയ്യാനായിട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. അകത്ത് കയറി ഇവർക്ക് ആകെ ടെൻഷനാകുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ഇതെല്ലാം ചെയ്ത് ഒപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ വരുന്ന ഡെഡ് ബോഡീസ് എല്ലാം ക്രിമേറ്റ് ചെയ്യുന്നത് ദേവയും പ്രീതിയും കൂടെ ചേർന്നാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദേവ രാജശേഖർ എങ്ങനെ മരിച്ചു എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവൻ്റെ ഫോട്ടോ ഓരോ ആളുകളെയും കാണിച്ചിട്ട് ഇയാളെ പരിചയമുണ്ടോ, ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അർജുനെയും ഹാർബറിലെ അക്കൗണ്ടൻ്റായ ആ പെൺകുട്ടിയുമാണ്. അവർ തമ്മിൽ പ്രണയത്തിലാണ്. പിന്നീട് അർജുൻ ദയാലിനോട് അവിടെ ഒരു ചാരൻ ഉള്ള കാര്യം വിളിച്ചു പറയുകയാണ്. ആ ആളെ അന്വേഷിച്ച് ദയാൽ ഹാർബറിലേക്ക് വരുമ്പോഴാണ് മോണിക്ക ബല്ലൂജി ഈ പാട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ദയാലും കൂട്ടരും അവരോടൊപ്പം ഡാൻസ് കളിച്ച് ആഘോഷിക്കുന്നു. ഏതോ ഒരു ക്യാപ്റ്റൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അവിടെ നടന്നിരുന്നത്. ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ദയാൽ ആ ചാരനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ചാരനെ കൊല്ലാനായി നമ്മുടെ സൈമൺ ഹാർബറിലേക്ക് എത്തുന്നു. ഇവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തനിക്ക് കിട്ടി. ഇവൻ 2 ദിവസം മുമ്പാണ് നമ്മുടെ ഹാർബറിൽ ജോയിൻ ചെയ്തത്. ഇവൻ എല്ലാ ദിവസവും ഒരു പോലീസുകാരൻ്റെ അടുത്ത് പോയി സംസാരിക്കാറുണ്ട് എന്ന് ദയാൽ സൈമൻ്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് കൊല്ലാനായി ഒരു ചുറ്റിക എടുത്ത് കയ്യിലും കൊടുക്കുന്നു. പിന്നെ അവിടെ നടന്ന എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് ദേവ പ്രീതിയെ കാണുകയാണ്. പ്രീതി ദേവയ്ക്ക് അവൻ്റെ ഷെയർ നൽകുന്നു. ദേവ പ്രീതിയോട് പറയുന്നുണ്ട്, രാജശേഖരനെ ആരും അകത്തുനിന്ന് കൊല്ലാൻ ചാൻസ് ഇല്ല, കാരണം അവർക്ക് അവനെ ആവശ്യമുണ്ട്. ആളെ അറിയണമെങ്കിൽ സൈമനോട് നേരിട്ട് സംസാരിക്കണം, അതുവരെ നമുക്ക് ഈ ജോലി നിർത്താം. ബട്ട് പ്രീതി അതിന് സമ്മതിക്കുന്നില്ല. അവൾക്ക് കാശിന് ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ പെങ്ങന്മാരെ MBBS പഠിപ്പിച്ച് ഡോക്ടറാക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. കൂടാതെ അവൾക്ക് വേണ്ടിയും ഒന്നും ചെയ്തിരുന്നില്ല. അവളുടെ കഥകളെല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കൂടി പ്രീതിക്ക് നൽകുന്നു. അപ്പോഴാണ് ദേവയ്ക്ക് ഹാർബറിൽ നിന്ന് കോൾ വരുന്നത്. ഒരു ബോഡി കൂടി വന്നിട്ടുണ്ട്, അത് ക്രിമേറ്റ് ചെയ്യണം. ആ പെൺകുട്ടിയും കൂട്ടി ഹാർബറിലേക്ക് വരാൻ പറയുന്നു. പക്ഷേ പ്രീതിയെ കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ, സൈമൺ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ദേവ പ്രീതിയും കൂട്ടി ഹാർബറിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സൈമണും ദേവയും നേർക്കുനേർ കാണുന്നു. ദേവയെ കാണുമ്പോൾ സൈമൺ പറയുന്നു, നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന്. ദേവ അതിന് സാധ്യതയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആരുടെ ബോഡിയാണ് എന്ന് ദേവയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ബോഡി കാണുമ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് കഥ പോകുന്നത്. ശരിക്കും സൈമൺ കൊന്നത് ആ ചാരനെ ആയിരുന്നില്ല, ദയാലിനെ ആയിരുന്നു. കാരണം ദയാലാണ് 8 കൊല്ലമായിട്ട് അണ്ടർ കവർ പോലീസായിട്ട് ഈ ഹാർബറിൽ വർക്ക് ചെയ്തിരുന്നത്. സോ ദയാൽ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സൈമൺ സ്പോട്ടിൽ തന്നെ ദയാലിനെ കൊല്ലുന്നു. ദേവയും പ്രീതിയും കൂടെ ദയാലിൻ്റെ ബോഡിയുമായി പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ കുഴിച്ചിടാൻ പോവുകയാണ്. അവിടെ ചെന്ന് കുഴിയെടുത്ത് ദയാലിനെ അവിടെ മൂടി തിരിക്കുമ്പോഴാണ് ആ കൈ പൊങ്ങി വരുന്നത് കുഴിയുടെ മുകളിൽ കൂടെ. അപ്പോഴാണ് ദയാൽ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവരറിയും. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ദേവയോട് പ്രീതി പറയുന്നു, ടെമ്പററി ആയിട്ട് ഹാർട്ട് നിന്ന് പോയാൽ, ഇതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ട് ഇടിയും മിന്നലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദേവ ഉടനെ തന്നെ ഹാർബറിലുള്ള ഒരു പരിചയക്കാരനെ വിളിച്ചിട്ട് ദയാൽ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ അവനെ കൊല്ലണ്ട, അവൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണങ്ങളും വാച്ചുകളും ഒക്കെയുണ്ട്, അതെല്ലാം കൈക്കലാക്കിയതിന് ശേഷം നമുക്ക് അവനെ കൊല്ലാമെന്ന്. ഈ സമയം തന്നെ ഈ വാർത്ത സൈമണിൻ്റെ കാതുകളിലും എത്തുന്നുണ്ട്. സൈമൺ ദേവിയെ വിളിച്ച് പറയുന്നു, നീ ഇപ്പോൾ എന്നോടൊന്നും പറയണ്ട, നിൻ്റെ കൺമുമ്പിലുള്ള ആളെ നീ കൊന്നേക്ക്, അതിന് പകരമായി നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്തു തരാമെന്ന്. ദയാലിന് പക്ഷേ ബോധം വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ 5 വർഷമായി അവൻ്റെ ഫാമിലിയെ കണ്ടിട്ടില്ല, അവന് 2 പിഞ്ചു കുഞ്ഞുങ്ങളുള്ളതാണ്, അവനെ വെറുതെ വിടണം എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ദേവ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനായിരിക്കുന്നു.
ഹാർബറിലുള്ള ആ പരിചയക്കാർ എല്ലാം എത്തുമ്പോഴേക്കും ദയാലിനെ കൊന്നു കുഴിച്ചുമൂടി എന്ന് ദേവ അവരോട് പറയുന്നു. ശേഷം ദേവ സൈമണിനെ കാണാൻ ചെല്ലുകയാണ്. തനിക്ക് പ്രത്യുപകാരമായി അവൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതറിയാൻ വേണ്ടി. സൈമണോട് പറയുന്നുണ്ട് ദയാലു മരിച്ചുവെന്ന്. ആ സമയം സൈമൺ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ രാജശേഖരനെ ശരിക്കും കൊന്നത് ദയാല് തന്നെയാണ്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ദേവ ദയാലിനെ കൊന്നിട്ടില്ലായിരുന്നു, അവനെ രക്ഷപ്പെടാൻ സമ്മതിച്ചിരുന്നു. അവൻ്റെ റിക്വസ്റ്റ് കേട്ട് ദേവയ്ക്ക് കഷ്ടം തോന്നിയിട്ട്. പക്ഷേ അവൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ പ്രീതിയെ അവൻ്റെ കൂടെ ഒരു ട്രെയിനിൽ കയറ്റി വിടുകയാണ്. പിന്നീട് ദയാൽ ദേവയെ ഫോൺ വിളിക്കുന്നു. ഞാൻ ജീവനോടിരിക്കുന്ന സൈമൺ അറിഞ്ഞാൽ സൈമൺ തന്നെ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. സൈമൺ കാണിച്ച വീഡിയോയിൽ രാജശേഖർ ദയാലിൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ്. അതെന്താണെന്ന് ചോദിക്കുന്നു. ദയാൽ പറയുന്നു അത് പവർ ഹൗസ് എന്നാണ്. പിന്നീട് നമ്മളെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പ്. രാജശേഖരും ദേവിയും പിന്നെ ഒരു കാറിലിരുന്ന് സംസാരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. നിന്റെ ഈ കള്ളുകുടിയും സ്വഭാവമെല്ലാം മാറ്റണം. ഇപ്പോൾ എൻ്റെ പെങ്ങൾ നിന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവൾക്ക് വേണ്ടി നീ ഇതെല്ലാം തിരുത്തണമെന്ന് രാജശേഖർ ദേവയോട് പറയുന്നു. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നീ കള്ളു കുടിക്കാവൂ എന്ന് രാജശേഖർ ദേവയോട് പറയുന്നു. സോ അന്ന് ദേവ കള്ളുകുടി നിർത്തിയതായിരുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ദയാൽ എങ്ങനെ രാജശേഖരനെ കൊന്നു എന്ന് പ്രീതിയോട് പറയും. കൊല്ലുന്ന സമയത്ത് രാജശേഖർ ദയാലോട് പറയുന്നുണ്ട്, നീ എന്നെ ഇത്രയും പീഡിപ്പിച്ചാണ് കൊന്നത്, ഇതുപോലെ തന്നെ നിന്നെ ഒരാൾ വന്ന് കൊന്നിരിക്കും. അപ്പോൾ ദയാൽ ചോദിക്കുന്നു, അതിന് നിങ്ങൾക്ക് പെൺമക്കളല്ലേ എന്ന്. അപ്പം അയാൾ പറയുന്നുണ്ട്, 30 വർഷമായി ഞാൻ ഒരാളെ ഓഫ്ലൈൻ ആക്കി വെച്ചിരിക്കുകയാണ്, ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ എന്തായാലും എത്തുമെന്ന്. ദയാൽ ദേവയെ വിളിച്ചിട്ട് പറയുന്നു, ഇനി മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അതുപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ പ്രീതിയെ ഞാൻ കൊല്ലുമെന്നും. ദേവയുടെ കയ്യിൽ ബസ്സിൽ കയറുമ്പോൾ ഒരാൾ ബാഗ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ പാസ്പോർട്ടും ക്യാഷും എല്ലാം പുറകിനൊരാൾ കൊണ്ട് കൊടുക്കും. ഇതെല്ലാം ഞാൻ പറയുന്ന സ്ഥലത്ത് നീ കൊണ്ട് വെക്കണമെന്ന് ദയാൽ പറയുന്നു. ഈ സമയത്ത് ദയാൽ പ്രീതിയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പെങ്ങൾമാർ ദയാലിൻ്റെ ആളുകളുടെ കസ്റ്റഡിയിലാണുള്ളത്. ദയാൽ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് ദേവ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ മുറി നിറച്ച് സ്വർണവും പണവുമാണ്. അവിടെ ദയാലിൻ്റെ ബാഗ് വെച്ചിട്ട് ദേവ തിരിച്ചു പോകുന്നു. പിന്നീട് അർജുനും അവൻ്റെ ലവറും കൂടി അവരുടെ കാര്യം സൈമണിനെ അറിയിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ നേരിട്ട് പറയാൻ പേടിയായതുകൊണ്ട് ദേവയോട് ചെന്ന് പറഞ്ഞിട്ട് അതുവഴി പറയാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് ദയാൽ ദേവയോട് ഒരു റൂമിൻ്റെ താക്കോലും അതുപോലെ പാസ്വേഡും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. പക്ഷേ ദേവി അവിടെ ചെല്ലുമ്പോൾ അവിടെ നേരത്തെ തന്നെ കുറേ ആളുകളുണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള ഒരു ചാരനെ പിടികൂടി അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ദേവിയോട് ഇവർ ചോദിക്കുന്നു, ഇവൻ്റെ കയ്യിൽ 2 കോടി രൂപയുണ്ട്, ഇനിയും ഇവനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാശ് കിട്ടും. നീ നിന്റെ ലാബിൽ ഇവനെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാശ് നിനക്കും തരാമെന്ന് പറയുന്നു. ദേവി അത് സമ്മതിക്കുന്നു. പിന്നീട് കാറിൽ കയറുമ്പോഴാണ് ആ വില്ലന്മാർക്കൊരു സംശയം തോന്നുന്നത്. ദേവി എങ്ങനെയാണ് എവിടെ എത്തിയത്, പാസ്കോഡ് ആര് പറഞ്ഞു കൊടുത്തു? അത് ചോദിക്കുമ്പോഴേക്കും ദേവിക്ക് മനസ്സിലാവും താൻ ട്രാപ്ഡ് ആയെന്ന്. പിന്നീട് അവിടെ ഒരു ഫുൾ ഫൈറ്റാണ് നടക്കുന്നത്. ഫൈറ്റിൽ എല്ലാവരെയും കൊല്ലും, ആ ചാരനെ ഒഴിച്ച്. എന്നിട്ട് അയാളോട് ചോദിക്കും, നീ എന്തിനാണ് ആ റൂമിൽ വന്ന്, നിൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന്. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഈ സ്വർണ്ണക്കടത്തും വാച്ച് കടത്തും അല്ലാതെ ആളുകളുടെ ബോഡി പാർട്സ് വിൽക്കുന്ന പരിപാടിയും അവർക്കുണ്ടെന്ന്. വിദേശത്തുള്ളവർക്ക് ഹെഡ് ഡ്രാഫിംഗ് ചെയ്യുന്നതാണ് അവരുടെ പ്രധാന പരിപാടി. അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് ജോലി ചെയ്യാൻ വരുന്ന കൂലികളെയെല്ലാം മെഡിക്കൽ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഹെർട്ട് ആരെങ്കിലുമായി മാച്ച് ചെയ്ത് വന്നാൽ അവരെ നല്ലപോലെ ട്രീറ്റ് ചെയ്ത് ടൈം ആകുമ്പോൾ അവരെ കൊല്ലുക എന്നതാണ് ഈ സൈമണിൻ്റെ ഒരു പ്രവൃത്തി. ഈ മാസത്തെ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ദേവ ഞെട്ടിപ്പോകുന്നു. കാരണം അവിടെ പ്രീതിയുടെ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ദയാൽ ദേവയോട് അർജുനെ പോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നു. പോകുന്ന വഴിക്ക് അർജുനെ കൊല്ലാനും പറയുന്നുണ്ട്. അർജുൻ പാവമായതുകൊണ്ട് തന്നെ ദേവ അവനെ കൊല്ലുന്നില്ല, അവൻ്റെ ലവറിൻ്റെ അടുത്തേക്ക് വിടുന്നു. ബട്ട് ആ ടൈമിൽ തന്നെ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ദേവയ്ക്ക് ഒരു മെസ്സേജ് വരുന്നു. പിന്നീട് കാണിക്കുന്നത് ദയാൽ നമ്മുടെ പ്രീതിയെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് താഴേക്ക് തെള്ളിയിടും എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ ദേവയെ വീഡിയോ കോൾ വിളിക്കുന്നതാണ്. അപ്പോൾ ദേവ ആദ്യം വളരെ റിക്വസ്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ടോൺ മാറുന്നുണ്ട്. എന്നിട്ട് ദിലീപ് എന്ന് വിളിക്കുന്നു. കാരണം നമ്മുടെ ദയാലിൻ്റെ ശരിക്കുള്ള പേര് ദിലീപ് എന്നാണ്. അവൻ തൃശ്ശൂർ പോലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് എടുത്ത ആളാണ്. അൺഫിറ്റ് ആയതുകൊണ്ട് അണ്ടർ കവറിലേക്ക് അവനെ മാറ്റിയതായിരുന്നു. ഈ സമയം കൊണ്ട് ദയാൽ സൂക്ഷിച്ചു വെച്ച സ്വർണവും പണവും എല്ലാം കൈക്കലാക്കുന്നുണ്ട്. കൂടാതെ പ്രീതിയുടെ സഹോദരങ്ങളെ രക്ഷിച്ച് ദേവ മാൻഷനിൽ എത്തിക്കുന്നുമുണ്ട്. അർജുനും ലവറുമല്ലാതെ ആ ടൈമിൽ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. സോ അർജുനെ കൊന്നില്ല എന്നറിയണമെങ്കിൽ ആ ലവർ ദയാലിൻ്റെ ആളാണ്, ദയാലിൻ്റെ വൈഫാണ് എന്ന് ദേവ ദിലീപിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം അവളെ ആ ക്രിമേഷൻ ചെയറിൽ ഇരുത്തിയിരിക്കുന്ന കാണിക്കുന്നു. എന്നിട്ട് പ്രീതിയെ കെട്ടഴിച്ചു വിടാൻ പറയുന്നു. പ്രീതിയോട് ആ ചങ്ങല ദയാലിൻ്റെ ദേഹത്ത് കെട്ടിയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായി പറയുന്നു. പ്രീതി അവൻ്റെ കരണക്കുറ്റിക്കൊരെണ്ണം കൊടുത്തിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. പിന്നീട് അർജുനെ കാണിക്കുന്നുണ്ട്. അർജുനോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും വിഷമിക്കേണ്ട, നീ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആ ടൈമിൽ ദേവാമാൻഷനിൽ നിന്നും അവിടുത്തെ റിസപ്ഷനിസ്റ്റ് വിളിച്ച് പറയുന്നുണ്ട്, കുറച്ചാളുകൾ റൂം വേണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു, പക്ഷെ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ എന്ന് സംശയമുണ്ടെന്ന്. ആ ടൈമിലാണ് ആ ഫ്രണ്ട് ദേവയോട് ചോദിക്കുന്നത്, നിന്റെ കൂലി നമ്പർ പറഞ്ഞ് നിന്റെ മാൻഷനിലേക്ക് ഏതെങ്കിലും പെൺകുട്ടി ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്ന്. ദേവ ഇല്ല എന്ന് പറയുന്നു.
അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് നിന്റെ മകളായിരിക്കും എന്ന് പറയുന്നു. ദേവ അത് കേട്ട് ഞെട്ടുന്നു. നീ എന്തുകൊണ്ട് ഇത്രയും നാളും എന്നോടത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന കള്ളുകുപ്പി എടുത്ത് വലിച്ചെറിയുന്നു. ദേവ അവിടുന്ന് പോയി കഴിയുമ്പോൾ ലവറിൻ്റെ അടുത്തേക്ക് അർജുൻ ചെന്നിട്ട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ചീറ്റ് ചെയ്തതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ പറയുന്നതൊക്കെ അനുസരിച്ചത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവൾ കിടന്ന് കരയുന്നു. ഇത് കാണുമ്പോൾ അർജുന് മനസ്സലിവ് തോന്നിയിട്ട് അവളെ ആ ചേരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഇതൊക്കെ കാണുമ്പോൾ രാജശേഖരൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ദേവ പറയാതെ നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. ബട്ട് അവൻ അവളെ രക്ഷിക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ സ്വഭാവം മാറുന്നത്. അവൾ അർജുനെ അടിച്ച് താഴെ ഇട്ടതിന് ശേഷം രാജശേഖരൻ്റെ ഫ്രണ്ടിനെ ആ ക്രിമേഷൻ ചെയറിൽ ഇരുത്തി കത്തിക്കുന്നു. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. അവളും നമ്മുടെ ദയാലിന്റെ കൂടെ തന്നെ തൃശ്ശൂർ രണ്ടുപേരെയും അണ്ടർ കവർ പ്ലാൻ ചെയ്തതാണ്. പോലീസിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലും കാശുണ്ടാക്കാൻ എളുപ്പം സൈമന്റെ കൂടെ നിന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണെന്ന്. അങ്ങനെയാണ് രണ്ടുപേരും ഇവിടേക്ക് വരുന്നത്. തൻ്റെ ഭാര്യ രക്ഷപ്പെട്ടതറിഞ്ഞ് ദയാൽ വീണ്ടും പ്രീതിയെ അന്വേഷിച്ചിറങ്ങുന്നു. അവളെ കണ്ടുപിടിക്കുന്നു. പ്രീതിയെ കണ്ടുപിടിച്ച് ദയാൽ പ്രീതിക്ക് പുറകെ ഓടുന്നുണ്ട്. പ്രീതി പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു. ദയാലും ആ ട്രെയിനിൽ തന്നെ കയറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവ തൻ്റെ മകൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി ആ മാൻഷനിലുള്ള പ്രീതിയുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. ആ സമയത്ത് ഗുണ്ടകൾ ദേവ മാൻഷന് ചുറ്റും വളയുന്നു. ദേവ അവരെയെല്ലാം അടിച്ചൊതുക്കുന്നു. ഈ സമയം ട്രെയിനിൽ ദയാൽ പ്രീതിയെ പിന്തുടർന്ന് ചെന്നിരിക്കുകയാണല്ലോ. തന്നെ ദയാൽ പിടിക്കുമെന്ന അവസ്ഥയാവുമ്പോൾ അവൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. ഞാനില്ലാതാവുകയോ നിങ്ങൾക്കെന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ രാജശേഖർ പ്രീതിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത് ആ നമ്പറിൽ വിളിച്ച് കൂലി നമ്പർ പറഞ്ഞതിന് ശേഷം സഹായം അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പ്രീതി തൻ്റെ ഫോൺ എടുത്ത് അച്ഛൻ തന്ന നമ്പറിലേക്ക് വിളിക്കുന്നു. ആ നമ്പർ റിങ് ചെയ്യുന്നത് ദേവ മാൻഷനിലാണ്. അപ്പോൾ ദേവയ്ക്ക് മനസ്സിലാകും ഇത് തൻ്റെ മകളാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ദേവയ്ക്ക് ആ ഫോൺ എടുക്കാനായി സാധിക്കുന്നില്ല. ഒത്തിരി അടിപിടിക്ക് ശേഷം ദേവ പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീതി ദേവയുടെ കൂലി നമ്പർ പറഞ്ഞിട്ട്, ഞാൻ രാജശേഖരൻ്റെ മകളാണ്, എനിക്ക് സഹായം വേണ്ടപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ മതി എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ദേവയ്ക്ക് മനസ്സിലാകും പ്രീതിയാണ് തൻ്റെ മകളെന്ന്. പക്ഷേ പ്രീതിക്ക് താൻ ദേവയോടാണ് സംസാരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവില്ല. ഈ സമയത്ത് ദേവയുടെ ആൾ ട്രെയിനിൽ നിന്ന് ദയാലുമായി അടിയിട്ട് ദയാലും ദേവയുടെ ആളും കൂടി ട്രെയിനിൽ നിന്ന് താഴെ വീഴുന്നു. അങ്ങനെ ദയാലിന് പ്രീതിയെ മിസ്സാകും. ഈ ടൈമിൽ ദയാലിൻ്റെ ലവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ട്രെയിനിൽ തന്നെയുണ്ട്, ഞാൻ അവളെ ഫോളോ ചെയ്തോളാം. ഈ സമയത്ത് സൈമണെ ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്, ദാഹ ഇവിടെ എത്രയും വേഗം എത്തും, കൺസൈൻമെൻ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന്. ദയാൽ അപ്പോൾ ആ സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി അവിടെ പാർക്ക് ചെയ്തിരുന്നൊരു വണ്ടിയിൽ കയറി സൈമണെ വീഡിയോ കോൾ ചെയ്യുകയാണ്. ആ വണ്ടിയിൽ അർജുനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ദയാൽ എന്നിട്ട് സൈമണിൻ്റെ അടുത്ത് പറയുകയാണ്, ദേവ പറഞ്ഞിട്ടാണ് ഞാൻ അർജുനെ കൊല്ലുന്നതെന്ന്. ഈ സമയം ദേവ മാൻഷനിൽ എല്ലായിടവും ഡ്രില്ല് ചെയ്ത് തോട്ടകൾ വെക്കാനായി ഗുണ്ടകൾ വരും. ഈ സമയത്ത് ദേവയ്ക്ക് വെട്ടേൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗുണ്ട ദേവയുടെ അടുത്ത് വന്ന് പറയുന്നു, നീ ആരാണെന്നും നിൻ്റെ കൂടെയുള്ള 18 കൂലികൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാമെന്ന്. ഇവരെല്ലാം സൈമണിൻ്റെ ആളുകളായിരുന്നു. അപ്പോഴാണ് ദേവ പറയുന്നത്, നീ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളെല്ലാം കൂലികൾ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ 18 പേരല്ല ഇവിടെ ഉള്ളത്, ഒരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, 114 മുറിയിൽ ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയില്ലേ, അവിടെ താമസിച്ചിരുന്നത് കാലീശനായിരുന്നു. ദേവ വിസിലടിക്കുമ്പോൾ ആ 18 കൂലികളും കൂടാതെ കാലീശനും മുറിയിൽ നിന്നിറങ്ങി വന്ന് ഗുണ്ടകളെയെല്ലാം അടിച്ചൊതുക്കുന്നു. ദേവിയും കാലീശനും ആ ഗുണ്ടകളെയെല്ലാം അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. ഈ സമയം പ്രീതി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. കൂടെ അർജുൻ്റെ ലവറും ഇറങ്ങുന്നു. അവൾ പ്രീതിയോട് പറയുന്നു, ദേവയാണ് എന്നെ വിട്ടത്, നമ്മൾ ഒരുമിച്ച് മാൻഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞുവെന്ന്. അവൾ കാറിൽ കയറി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധം എടുക്കാൻ തുടങ്ങുമ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന ആൾ വാള് വീശിയിട്ട്, മിണ്ടാതിരിക്കണം, വണ്ടി വിട് എന്ന് പറയുന്നു. ദേവയുടെ ആളുകൾ പ്രീതിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ വിളിച്ച് ഈ കാര്യം ദേവയോട് പറയുന്നു. പിന്നീട് ആ വണ്ടി ഹാർബറിലേക്കാണ് പോയതെന്നും ദേവയെ വിളിച്ച് അറിയിക്കുന്നു. ദേവ നേരെ മാൻഷനിൽ നിന്ന് ഹാർബറിലേക്ക് പോകും. സൈമന്റെ ആളുകളായിരുന്നു പ്രീതിയും അർജുൻ്റെ ലവറിനെയും പിടിച്ചിട്ട് വന്നത്. സൈമൺ നമ്മുടെ അർജുൻ്റെ ലവറിൻ്റെ അടുത്ത് ദയാലിനെ ഫോൺ വിളിക്കാൻ പറയുന്നു. അവൾ എനിക്ക് ദയാലുമായി ബന്ധമൊന്നുമില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ ഭീഷണിപ്പെടുത്തി ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിക്കുമ്പോൾ ദയാൽ പറയുന്നുണ്ട്, ഫിലിപ്പീൻസിലേക്ക് പോകാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായിട്ടില്ലേ എന്ന്. അതിന് മറുപടി കൊടുക്കാതെ അവൾ പറയുന്നു, ഞാനും നീയും തമ്മിൽ ബന്ധമില്ല എന്നുള്ള കാര്യം നീ സൈമണിൻ്റെ അടുത്ത് പറയൂ. നീ എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യിച്ചതെന്നും എൻ്റെ അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് അർജുനെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ചതെന്നും പറയാൻ പറയുന്നു. ദയാൽ ഈ കാര്യങ്ങൾ നമ്മുടെ സൈമണിൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദയാലിൻ്റെ റിക്വസ്റ്റ് കാണുമ്പോൾ സൈമണിന് മനസ്സിലാകും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. അങ്ങനെ ദയാലിനെ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലവറിനെ കൊല്ലുകയാണ് സൈമൺ. ദയാലിൻ്റെ അടുത്ത്, നിനക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന അത്രയും ഓടി രക്ഷപ്പെട്ടുള്ളൂ, ഞാൻ പിറകിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ആ സമയത്താണ് ദേവ വരുന്നത്. ദേവയുടെ മനസ്സിൽ മൊത്തം തൻ്റെ മകളെ രക്ഷിക്കണം എന്നുള്ള ചിന്തയാണ്.
ദേവ വന്നിരുന്ന് കഴിയുമ്പോൾ സൈമൺ പറയുന്നു, ഞാൻ നിന്നോട് ദയാലിനെ കൊല്ലാൻ പറഞ്ഞ സമയത്ത് നീ കൊന്നിരുന്നെങ്കിൽ എൻ്റെ മകൻ ഇപ്പോഴും ജീവനോടുണ്ടായേനെ. നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ നിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കൊന്നേനെ. അപ്പോൾ നിനക്ക് എൻ്റെ വേദന മനസ്സിലാകും. പക്ഷെ നിനക്ക് അങ്ങനെ ആരുമില്ലല്ലോ. പക്ഷേ നിൻ്റെ സ്നേഹിതൻ്റെ മകളെ നിൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറയും. അതിനുശേഷം സൈമൺ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ കൂട്ടുകാരനെയോ അവരുടെ കുട്ടികളെയോ രക്ഷിക്കാനല്ല ഇവിടെ വന്നത്. നീ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ പ്രീതിയെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുമെന്ന് പറയുന്നു. അതിനുശേഷം ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുന്നു, ഇവളും നമ്മളുടെ ഒരു സോഴ്സാണ്. ഞാൻ പറയുന്ന സമയം ഇവളുടെ ഹാർട്ട് കട്ട് ചെയ്തെടുക്കണം എന്ന് അവരോട് പറയുന്നു. വാക്കി ടോക്കി കൂടി ഓണാക്കി വെക്കാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയം ദേവ തൻ്റെ കഥ സൈമണിൻ്റെ അടുത്ത് പറയുകയാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു നാട്ടിൽ തൻ്റെ ബോസിന് വേണ്ടി പണിയെടുത്ത കൂലിവർഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ ദേവ. ദേവ ഒരു അനാഥനായിരുന്നു. ദേവയെ കൂടെ നിർത്തി തൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തതും സ്നേഹിച്ചതും സപ്പോർട്ട് ചെയ്തതുമെല്ലാം നമ്മുടെ രാജശേഖറായിരുന്നു. ഒരു നാൾ ഹാർബറിൽ റെയ്ഡ് നടന്നപ്പോൾ പിടിക്കപ്പെട്ടതെല്ലാം ലഹരി മരുന്നുകളായിരുന്നു. പക്ഷേ അതിൻ്റെ ഓണേഴ്സ് അതെല്ലാം ഒഴിഞ്ഞ് കൂലികളുടെ തലയിൽ വെക്കുന്നു. 400-ഓളം തൊഴിലാളികൾ രക്ഷപ്പെടാൻ വേണ്ടി 100 പേർ മാത്രം കീഴടങ്ങിയാൽ മതി എന്ന് പറയുന്നു. ആ കൂട്ടത്തിലെല്ലാം ബാച്ചിലേഴ്സ് ആയിരുന്നു. പക്ഷേ ദേവയ്ക്ക് അവരെ ഒറ്റയ്ക്കയക്കാൻ മനസ്സ് വന്നില്ല. അവനും അവരുടെ കൂടെ പോകുന്നു. പക്ഷേ ആ ഓണേഴ്സിൻ്റെ പ്ലാൻ ഇവരെയെല്ലാം നടുക്കടലിൽ വെച്ച് കൊല്ലാനായിരുന്നു. അവരെയെല്ലാം കൊന്ന് ദേവ 20 പേരെ മാത്രമേ രക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. രാജശേഖർ ആ സമയത്ത് ദേവയോട് പറയുന്നുണ്ട്, നീ എൻ്റെ അനിയത്തി വിട്ടു പോവുകയാണെങ്കിൽ പിന്നീട് ഞങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന്. പക്ഷേ താൻ ആ കൂലികളെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത കാരണമാണ് ദേവ അവരുടെ കൂടെ പോയത്. അന്ന് രക്ഷപ്പെട്ട 20 കൂലികളാണ് പിന്നീട് ദേവാമാനുഷിൽ താമസിച്ചിരുന്നത്. തന്നെ ചതിച്ച ബോസിനെ ദേവയും കാളീശ്വരും ബാക്കി കൂലികളും എല്ലാം ചേർന്ന് കൊല്ലുന്നുണ്ട്. ആ കൂലിയുടെ മകനാണ് സൈമൺ. ആ കഥ കേൾക്കുമ്പോൾ സൈമണിന് മനസ്സിലാകും മുൻപരിചയം തോന്നിയത് എന്തുകൊണ്ടാണെന്ന്. കാരണം തൻ്റെ അച്ഛനെ കൊന്ന ആളായിരുന്നു ദേവ. ആ സമയത്ത് സൈമൺ ചെറുപ്പമായിരുന്നു. എന്നിട്ട് പറയും, നിനക്കറിയാത്ത മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം, പ്രീതി എൻ്റെ മകളാണെന്ന്. അതിനുശേഷം വൻ ഫൈറ്റ് നടക്കുകയാണ്. പ്രീതി തൻ്റെ മകളാണെന്ന് പറയുന്ന സമയം വാക്കി ടോക്കി ദേവ ഓഫ് ചെയ്തിരുന്നു. ഫൈറ്റിനൊടുവിൽ ദേവ നമ്മുടെ സൈമണിനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ആ ടൈമിൽ സൈമൺ പോയി വാക്കി ടോക്കി എടുത്തിട്ട് അവളെ തീർക്കാൻ പറയുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ കാളീശ്വരൻ ലാബിൽ വന്ന് പ്രീതിയെ രക്ഷിച്ചിരുന്നു. അപ്പോൾ തന്നെ ദേവ കുറേ വാച്ചുകൾ ചെയിൻ പോലെ ആക്കിയിട്ട് സൈമണിൻ്റെ കഴുത്തിൽ ചുറ്റി അവനെ കൊല്ലുകയാണ്. ദേവയും കാളീശ്വരും കൂടി ഗുണ്ടകളെയെല്ലാം ഒതുക്കി രക്ഷപ്പെട്ട് വരുമ്പോഴാണ് കുറേ ഗ്യാങ്ങുകൾ വന്ന് ഇവരെ 3 പേരെയും വളയുന്നത്. സൈമണിനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ നിന്നെ കൊല്ലാൻ ഒരാൾ ഉറപ്പായും വരുമെന്ന്. ആ ആൾ നമ്മുടെ അമീർ ഖാൻ ആയിരുന്നു. അമീർ ഖാൻ സൈമണിൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. ഇവർ ഒരുമിച്ചാണ് ഓർഗൻ ട്രാഫിക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അമീർ ഖാൻ്റെ അച്ഛന് ദേവയെ കാണുമ്പോൾ ആളെ മനസ്സിലാവുന്നു. കൂടാതെ അമീർ ഖാൻ്റെ അച്ഛന് നമ്മുടെ ദേവയെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൂടാതെ അമീർ ഖാനും മനസ്സിലാവുന്നു. കാരണം അയാൾ ദേവയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇത്രയും വീരശൂര പരാക്രമിയായ ഒരാളെ തൻ്റെ വലത് കൈയായി കൊണ്ട് നടക്കാൻ വേണ്ടി അമീർ ഖാൻ ദേവയെ തൻ്റെ കൂടെ ബിസിനസ് ചെയ്യാനായി ക്ഷണിക്കുകയാണ്. ദേവ പറയുന്നുണ്ട്, എൻ്റെ കൂലികൾക്ക് ഒന്നും വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ബിസിനസ്സും ഞാൻ തകർക്കും. എന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുകയാണ്. നമ്മുടെ സൈമണിൻ്റെ അച്ഛനെ കൊന്നിട്ട് വലിച്ചുകൊണ്ട് വരുന്ന സമയം. ആ സമയം സൈമണും അമീർ ഖാനും ഒക്കെ കുട്ടികളാണ്. പക്ഷേ അമീർ ഖാന് അന്ന് തന്നെ ദേവയോട് ഒരു ആരാധന തോന്നിയിരുന്നു. പിന്നീട് ഇവരെല്ലാം ഒരു ഡീലിൽ ചേർന്നതിന് ശേഷം നമ്മുടെ ദയാലിനെ കൊണ്ടുവരികയാണ് ആളുകൾ ഒരു കാറിൽ. ദേവ ദയാലിനെ കാണുമ്പോൾ അവനെ കുറേ പഞ്ഞിക്കിടുന്നുണ്ട്. അതിനുശേഷം അവനോട് ചോദിക്കുന്നു, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന്. അപ്പോൾ ദയാൽ പറയുന്നു, പവർ ഹൗസ് എന്ന്. ആ മൊമെൻറ്റിൽ തന്നെ അവനെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിട്ട് മൂടി കൊല്ലുകയാണ്. ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് പ്രീതിയും തൻ്റെ സഹോദരികളും ദേവയും കാളീശ്വരനും മറ്റു കൂലികളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ഡീലിലായതുകൊണ്ട് തന്നെ പ്രീതിയും സഹോദരങ്ങളെയും ഒക്കെ കൊല്ലാതെ രക്ഷപ്പെടുകയാണ്. ശേഷം കാണിക്കുന്നത് പ്രീതിയും തൻ്റെ സഹോദരികളെയും വിദേശത്തേക്ക് അയക്കുന്നതാണ് ദേവ, അവരുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. പ്രീതി ദേവയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂലി നമ്പർ എത്രയാണെന്ന്. പക്ഷേ അവൻ തൻ്റെ കൂലി നമ്പർ പറയുന്നില്ല. കാരണം അവൾക്ക് താൻ ആരാണെന്ന് മനസ്സിലാവേണ്ട എന്ന് നമ്മുടെ ദേവ വിചാരിക്കുകയാണ്. അവൾ രാജശേഖരൻ്റെ മകളായി തന്നെ ഇരിക്കട്ടെ എന്ന് ദേവ വിചാരിക്കുന്നു. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, അച്ഛന് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ദേഷ്യമായിരുന്നു ഞങ്ങളും നിങ്ങളുടെ അടുത്ത് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരിക്കും. ദേവ സങ്കടത്തോടെ തൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുള്ള ആ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയാണ് ദേവയും ദേവയുടെ ഭാര്യയും നിൽക്കുന്ന ഫോട്ടോ. ശോഭനയാണ് ദേവയുടെ വൈഫായി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നടന്നു പോകുന്ന ദേവയെ കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്